പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകുന്നേരം 3:30 മണിക്ക് അദ്ദേഹം ധ്യാനം അവസാനിപ്പിക്കും. അത് കഴിഞ്ഞ് കന്യാകുമാരിയിൽ നിന്ന് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തെത്തും. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ വാരാണസിയിലേക്ക് യാത്ര ചെയ്യും. അജീഷ് ജയകുമാർ കന്യാകുമാരി വിവേകാനന്ദ പാറയ്ക്ക് സമീപം നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അജീഷ്, ഗുഡ് മോർണിംഗ്. കന്യാകുമാരി എങ്ങനെയുണ്ട് അജീഷേ? ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും കന്യാകുമാരി വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. രാവിലെ ഈ ബംഗാൾ ഉൾക്കടലിൽ നമുക്ക് സൂര്യോദയം കാണാം, വൈകിട്ട് അറബിക്കടലിൽ സൂര്യാസ്തമയം കാണാം. അങ്ങനെ പ്രത്യേകതയുള്ള ഒരു സ്ഥലം കൂടിയാണ്, ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മളിപ്പോൾ തൊട്ട് അടുത്ത് തന്നെയാണ്, വിവേകാനന്ദ പാറയുടെ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഇപ്പോൾ ഈ വിവേകാനന്ദ പാറയുടെ പടവുകളിൽ നിൽപ്പുണ്ട്, നമുക്കത് കാണാൻ. പക്ഷേ നമുക്ക് അത് ദൃശ്യങ്ങളിൽ നൽകാനാവില്ല, കാരണം ഇന്നലെ രാവിലെ വരെ നമുക്ക് ഈ വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയൊക്കെ പശ്ചാത്തലമായി നമുക്ക് ക്യാമറ വെക്കാമായിരുന്നു. പക്ഷേ വൈകുന്നേരത്തോടെ സുരക്ഷ ശക്തമാക്കിയിരുന്നു. ക്യാമറ അങ്ങോട്ടേക്ക് തിരിക്കാൻ സാധിക്കില്ല, പോലീസ് തടയും. അത് കാരണമാണ് നമുക്കത് ആ ദൃശ്യങ്ങൾ എടുക്കാൻ സാധിക്കാത്തത്. വൈകാതെ തന്നെ ANIയും ദൂരദർശനും ഒക്കെ ആ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി രാവിലെ സൂര്യോദയം കണ്ട ശേഷം പുറത്തെ പടവുകളിൽ നിൽപ്പുണ്ട്. കുറച്ചു നേരം ഈ കടൽക്കാറ്റൊക്കെ ആസ്വദിച്ച് നിൽപ്പുണ്ട്. അവിടെ വളരെ കുറച്ചു പേർക്ക് ഈ തിരുവള്ളൂർ പ്രതിമയുടെ അവിടെ ബോട്ടിൽ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. അത് ഇന്നലെ ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കർശന സുരക്ഷാ പരിശോധനയുടെ ഭാഗമായിട്ട് വളരെ കുറച്ചു പേര് മാത്രം അങ്ങോട്ടേക്ക് കടത്തിവിടുന്നുണ്ട്. അവരെ പ്രധാനമന്ത്രി കൈകാട്ടി വീശുന്നതൊക്കെ കാണാം. എന്തായാലും ഈ പ്രധാനപ്പെട്ട ഈ 57 മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി അടക്കം മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജ്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഈ തെക്കേ അറ്റത്ത് ഇന്ത്യയുടെ തെക്കേ മുനമ്പിലേക്ക് കേന്ദ്രീകരിക്കാൻ പ്രധാനമന്ത്രിയുടെ ധ്യാനത്തിനായി എന്നാണ് BJP കരുതുന്നത്. എന്നാൽ പ്രതിപക്ഷം ഇതിനെതിരെ വലിയ സമരവും ഒപ്പം തന്നെ വലിയ പരിഹാസങ്ങളൊക്കെ രംഗത്തെത്തിയിരുന്നു. കാരണം പല ആംഗിളുകളിൽ നിന്നുള്ള ഫോട്ടോയും അതേപോലെ ഒരുപാട് ക്യാമറാമാൻമാരുമായി പ്രധാനമന്ത്രി ചെയ്യുന്നത് ധ്യാനമാണോ, അത് രാഷ്ട്രീയ നാടകമാണോ എന്നാണ് അവർ പരിഹസിക്കുന്നത്. എന്തായാലും അവരുടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി തന്നെ ഉണ്ട്, ഇന്നത് പരിഗണിക്കുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ വരണാധികാരിക്കും ഒപ്പം തന്നെ കോടതിയിലൊക്കെ ഒരുപാട് പരാതിയും CPMഉം DMKയും കോൺഗ്രസും ഒക്കെ നൽകിയിരുന്നു. അതെല്ലാം ഇന്ന് വരാനിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 3:30 വരെയാണ് പ്രധാനമന്ത്രിയുടെ ധ്യാനം നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം ഇതിന് തൊട്ട് ചേർന്നുള്ള തമിഴ്നാട് ഗവൺമെന്റിന്റെ ഗസ്റ്റ് ഹൌസിലെ ഹെലിപാഡ് ഉണ്ട്. അവിടുത്തെ ആ ഹെലിപാഡിൽ നിന്നാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് പറക്കുന്നത്. 4:05 തിരുവനന്തപുരത്ത് ടെക്നിക്കൽ ഏരിയയിൽ പ്രധാനമന്ത്രി ഇറങ്ങും. അവിടെ നിന്നാണ് തിരിച്ച് വാരണാസിയിലേക്ക് പോകുന്നത്. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാർ. കന്യാകുമാരി വിവേകാനന്ദ പാറയ്ക്ക് സമീപം നിന്നാണ് അദ്ദേഹം നമുക്കൊപ്പം ചേർന്നത്. നൌഷർ ഖാൻ പറയുന്നു, ഹായ് SKN, നിങ്ങളിന്ന് പുട്ടാണോ കഴിച്ചത്? നല്ല തള്ളാണല്ലോ. അല്ല, ഇന്നലെ പുട്ടായിരുന്നു കഴിച്ചത്. ഇന്നലെ കഴിച്ച പുട്ടിന്റെ തള്ള ഇന്ന് വരുന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.